നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ പറയാൻ പോകുന്ന 5 സ്ത്രീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ പല കാര്യങ്ങൾക്കും ആരംഭമാകാൻ പോവുകയാണ്. ദൈവാധീനം നല്ലതുപോലെ ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് ഈ 5 നക്ഷത്രക്കാർ. ഇവിടെ വ്യാഴം, ശനി, ചൊവ്വ, ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടിയാണ് ഇനിമേൽ ഇവരുടെ മേൽ പതിയാൻ പോകുന്നത്. ഇതിൻ്റെ ഫലമായി ഇനി അവിശ്വസനീയമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഇക്കൂട്ടർക്ക് ലഭിക്കാൻ തുടങ്ങുന്നു. ജന്മനാ തന്നെ ദൈവാധീനം ധാരാളമായുള്ള ഇവർക്ക് അത് പൂർണ്ണ തോതിൽ ലഭിച്ചോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെയായിരിക്കും മറുപടി. പക്ഷേ ഇവിടെ ഇനി ഈ ശുഭദൃഷ്ടി, ഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടി നിങ്ങളുടെ മേൽ പതിയുന്നതിൻ്റെ ഫലമായി ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ, വളരെയധികം ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ വളരെയധികം ഐശ്വര്യങ്ങൾ നിങ്ങളുടെ മേൽ പതിയാൻ പോകുന്നു. 5 സ്ത്രീ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം തുടങ്ങാൻ പോകുന്നത്. വളരെയധികം നേട്ടങ്ങളാണ് ഇനി മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത്. ധനം, ധാന്യം, സമൃദ്ധി, നേട്ടങ്ങൾ, ഐശ്വര്യം, മനസ്സമാധാനം, ആരോഗ്യം തുടങ്ങിയ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ജന്മനാ തന്നെ നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ആ ഒരു ജീവിത പാന്താവിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ജീവിച്ചു വന്നിരുന്ന ആ വഴികളിലൊന്നും ഇതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. പക്ഷേ ഇനി മുതലുള്ള സമയം ധാരാളം നേട്ടങ്ങളാണ് ഈ 5 സ്ത്രീ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ്, ഏതൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ആ സ്വഭാവ സവിശേഷതകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ദൈവാധീനം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഭാഗ്യശാലികളായ 5 സ്ത്രീ നക്ഷത്രക്കാർ. അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ്. എത്രയധികം ദുഃഖം ജീവിതത്തിൽ വന്നു പതിച്ചാലും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു പ്രകൃതം അശ്വതി നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ടതാണ്. എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ള നക്ഷത്രക്കാരായ ആളുകൾ ആയിരുന്നെങ്കിൽ ഇതേപോലുള്ള അവസ്ഥകളിലൊക്കെ വീണു പോകുമായിരുന്നു അല്ലെങ്കിൽ തളർന്നു പോകുമായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോലും ചിരിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് വന്ന് അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങളുടെ ഈശ്വരാധീനം, നിങ്ങളുടെ ദൈവാധീനം തന്നെയാണ് നിങ്ങളെ ഈ മുന്നോട്ട് നയിക്കുന്നത്. ഏതൊക്കെ വിജയങ്ങൾ വന്നാലും അതിനെയൊക്കെ ഒരേപോലെ, വിജയമായാലും പരാജയമായാലും ഒരേപോലെ കാണാൻ കഴിയുന്ന നിങ്ങളുടെ സ്വഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മറ്റുള്ളവരുടെ മനസ്സ് സംസാരിച്ച് കീഴടക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ് അല്ലെങ്കിൽ പ്രത്യേക ഒരു ദൈവാധീനം തന്നെയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിലും നമ്മൾക്ക് മറ്റുള്ളവരുടെ മനസ്സിലൊരു ഇടം കിട്ടണമെങ്കിലും അത് സംസാരത്തിലൂടെയാണ് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വസിക്കുന്ന വീടൊരു സ്വർഗമാക്കി മാറ്റാൻ ജന്മനാ തന്നെ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ജീവിതമാണ് എല്ലാവർക്കും. എങ്കിലും ഈ ഒരു സമയം വരെ ഒരുപാട് താഴ്ചകളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് സധൈര്യം നേരിട്ട നിങ്ങളുടെ ആ ഒരു മനസ്സുറപ്പ്, ആ കരളുറപ്പ് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കുടുംബം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്, തലയുയർപ്പോടുകൂടി അല്ലെങ്കിൽ തല ഉയർത്തി തന്നെ നിൽക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനൊരു വളരെ വലിയ താങ്ങായി തണലായി നിൽക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാരായ ഭാര്യമാർ. നിങ്ങൾ ഭാര്യ എന്നുള്ള പദം വളരെയധികം കൃത്യമായി ശുദ്ധിയായി ചെയ്തു പോകുന്നതിൻ്റെ ഫലമായി വളരെയധികം ഈശ്വരാധീനം നിങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് വ്യാഴം, ശനി, ചൊവ്വ, ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങൾ ശുഭദൃഷ്ടി നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്കത് അനുഗ്രഹമായി വരാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം നേട്ടം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ്. ദാനശീലം നിറഞ്ഞൊരു ജീവിതചര്യയാണ് രോഹിണി നക്ഷത്രക്കാർക്കുള്ളത്. ഇതിനാൽ തന്നെ ഈശ്വരാധീനം വളരെ വലുതായി നിങ്ങൾക്കൊപ്പമുണ്ട്. ഏറ്റവും വലിയ ശീലം എന്നത് ദാനശീലമാണ്. ഏറ്റവും വളരെയധികം ഒരു മനുഷ്യനിൽ വേണ്ടുന്നത്. നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ അതോടൊപ്പം തന്നെ മറ്റൊരാൾക്കും വയറു നിറച്ച് ആഹാരം കൊടുക്കാൻ നമ്മളാൽ സാധിക്കുന്നെങ്കിൽ അതിനപ്പുറം ഭാഗ്യം അല്ലെങ്കിൽ അതിനപ്പുറം ഈശ്വരാധീനം ലഭിക്കാൻ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഉത്തമ കുടുംബിനിയായിരിക്കും രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ. എത്ര കഷ്ടപ്പാടുകൾ വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. അത്
അതിനാൽ തന്നെ അല്ലെങ്കിൽ ആ ദൈവാധീനം ഇവരിലുള്ളതിനാൽ തന്നെ ഇവർക്ക് ലഭിക്കുന്ന കുട്ടികൾ ഉത്തമ സന്താനങ്ങൾ തന്നെയായിരിക്കും. സമൂഹത്തിൽ അംഗീകാരം ഈ മക്കൾ നിമിത്തം ഇവർ അംഗീകരിക്കപ്പെടുന്നതാണ്. കാരണം വളർന്ന് മക്കൾ നല്ല ജോലിയും നിലയിലേക്ക് എത്തുമ്പോൾ അവരുടെ ആ ഒരു സ്വീകാര്യത അത് ഈ മാതാപിതാക്കളിലും എത്തുന്നതായിരിക്കും. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനോടൊന്നും വളരെ വലിയ താല്പര്യമില്ല. സ്വന്തമായി ഇൻഡിപെൻഡൻ്റായി പല കാര്യങ്ങളും ചെയ്ത് നേട്ടങ്ങൾ ലോകത്തിന് കാഴ്ചവെക്കണം, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാരായ ആളുകൾ. അതുകൊണ്ട് തന്നെ വളരെയധികം സാമർഥ്യമുള്ള ഒരു കൂട്ടർ തന്നെയാണ്. സാമർഥ്യം കൊണ്ട് എന്തും നേടിയെടുക്കാൻ, ഈശ്വരാധീനം കൊണ്ട് എന്തും നേടിയെടുക്കാനുള്ള കഴിവ് ജന്മസിദ്ധമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. മൂന്നാമത്തെ നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വിവാഹശേഷം വളരെയധികം ഭാഗ്യസമയമായിരിക്കും. സൽസന്താന യോഗമുണ്ടാകുന്നതാണ്. അല്പം ദേഷ്യം കൂടുതലുള്ളവരാണ് പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ. ചിലപ്പോൾ എടുത്തു ചാടിയുള്ള പ്രവൃത്തികളും പ്രതികരണങ്ങളും ഒക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് വന്നേക്കാം. എങ്കിൽ പോലും ഈശ്വരാധീനം ധാരാളമുണ്ട്. ആ ഈശ്വരാധീനം ഇനിയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ദേഷ്യത്തെ അല്പം കുറയ്ക്കാൻ നിങ്ങളാൽ എന്ത് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, മനസ്സിനെ ശാന്തമാക്കാനായി ശ്രമിക്കുക. അപ്പോൾ 45 വയസ്സിന് ശേഷം വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അത് 60 വയസ്സോടുകൂടി പൂർണ്ണതയിലെത്തുന്നതായിരിക്കും. വീടിൻ്റെ വിളക്കായി വർത്തിക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ. കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ഏതറ്റം വരെയും പോകുന്നവരായിരിക്കും ഈ കൂട്ടർ. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ, വഴിപാടുകൾ, നേർച്ചകൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാനും ഒരു മടിയില്ലാത്തവരാണ്. ആ ചെയ്യുന്നതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങൾ. കൂടാതെ നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും നിങ്ങളുടെ കുലത്തിന് തന്നെ ലഭിക്കാൻ പോകുന്ന ഈ ഗുണങ്ങളൊക്കെയും അത്രത്തോളം ഈശ്വരാധീനം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതിനാൽ തന്നെ ഈ പ്രാർത്ഥന, ഈ വഴിപാട്, ഈ നേർച്ചകളൊക്കെ തുടർന്നു പോവുക. അത് ജീവിതത്തിലൊരു വഴികാട്ടിയായി, ഒരു വിളക്കായി ഒപ്പമുണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. യാത്രകൾ കൊണ്ട് ഭാഗ്യമുണ്ടാക്കാൻ, യാത്രകൾ കൊണ്ട് ഭാഗ്യം കൊയ്യാനുള്ള യോഗമുണ്ട് നക്ഷത്രക്കാർക്ക്. സംസാരിച്ച് മനസ്സ് കീഴടക്കാനുള്ള ഒരു വൈഭവം പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ദാനശീലരാണ്, ശാന്തശീലരാണ്. ദാനം ചെയ്യുകയും ശാന്തമായി പല കാര്യങ്ങളെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യുന്നവരാണ് നക്ഷത്രക്കാരായ സ്ത്രീകൾ. ഉത്തമ കുടുംബിനികൾ എന്നിവരെ പറയാവുന്നതാണ്. ഇവർ അധ്യാപക വൃത്തിയിലൊക്കെ വളരെയധികം ശോഭിക്കുന്നതാണ്. കാരണം സംസാര ചാതുര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. വീടും ചുറ്റുപാടും എപ്പോഴും വൃത്തിയായി പരിപാലിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. താൻ വസിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ആ ഒരു സമൂഹം എപ്പോഴും ക്ലീനായിരിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ്. വളരെയധികം വൃത്തി ഇക്കൂട്ടരുടെ എടുത്തു പറയേണ്ട ഒരു സ്വഭാവം തന്നെയാണ്. വീടിൻ്റെ മഹാലക്ഷ്മിയായി തന്നെയാണ് ഇവർ വർത്തിക്കുന്നത്. വളരെയധികം ശുദ്ധിയോടും വൃത്തിയോടും പവിത്രതയോടും കൂടി വീടിനെ കാത്തു പരിപാലിക്കുന്നതിനാൽ തന്നെ ഇവർ വസിക്കുന്ന വീട്ടിൽ എപ്പോഴും മഹാലക്ഷ്മി കടാക്ഷവും മഹാലക്ഷ്മി വസിക്കുന്നതുമായിരിക്കും. ചതയമാണ് അടുത്ത നക്ഷത്രം. വളരെ ബുദ്ധിമുട്ടുകളൊന്നും കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നവരല്ല ചതയം നക്ഷത്രക്കാരായ സ്ത്രീജാതകർ. ഈശ്വരാധീനം ധാരാളം ഉള്ളത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ ഗുണമായി അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെയധികം ഒരു വൈഭവമുള്ളവരായിരിക്കും ചതയം നക്ഷത്രക്കാരായ സ്ത്രീകൾ. ഇവരുടെ കയ്യിലേക്കൊരു ധനം കിട്ടിയാൽ അനാവശ്യമായി ചിലവാക്കാതെ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഇവരുടെ ഒരു ആ ഒരു കഴിവിനെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇല്ലാത്തപ്പോൾ അത് ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള ഒരു മനസ്സ് ഇവർക്ക് വളരെ വലുതായി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശ്വരാധീനം ധാരാളമായി ഇവരിലേക്ക് എത്തുന്നതും ചില ബുദ്ധിമുട്ട് സാഹചര്യങ്ങളിൽ ഇവർക്ക് ഈശ്വരാധീനം ഒരു തുണയായി മാറുന്നതും. ജനിച്ച വീടിനെ അല്ലെങ്കിൽ കയറി ചെല്ലുന്ന വീടിനെ എത്രത്തോളം പവിത്രമാക്കി മാറ്റാവോ, എത്രത്തോളം ശുദ്ധമാക്കി മാറ്റാവോ എന്നൊക്കെ ചിന്തിച്ച് അതിനെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഇവർ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഇവർ കാട്ടുന്ന ആ ഒരു കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈശ്വരാധീനം ധാരാളമുള്ള സ്ത്രീ നക്ഷത്രക്കാരാണ് ചതയം. അപ്പോൾ ഇവർ ചെന്നു കയറുന്ന വീട്ടിന് വളരെയധികം, അതായത് വിവാഹശേഷമായിരിക്കും ഇവർക്ക് വളരെയധികം ഭാഗ്യമുണ്ടാകാൻ പോകുന്നത്. ഉത്തമ കുടുംബിനിയായിരിക്കും. ഉത്തമയായ സന്താന യോഗം കൂടി കൂട്ടർക്ക് ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർ, എല്ലാ നക്ഷത്രക്കാരും ഒരേപോലെ ഭാഗ്യശാലികളാണ്. എങ്കിൽ പോലും ചില സ്ത്രീ നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ദൈവാധീനം, ഒരു പ്രത്യേക ശക്തി, ഭഗവാന്റെ ഒരു കടാക്ഷം കൂടുതലായിട്ടുണ്ട്. ആ നക്ഷത്രക്കാരാണ് ഈ 5 പേർ. അപ്പോൾ ഇവർ ഇനിയും നിങ്ങളുടെ ദൈവാധീനം വർദ്ധിപ്പിക്കാനുള്ള പൂജകളും വഴിപാടും പ്രാർത്ഥനകളും നടത്തി തന്നെ മുന്നോട്ട് പോവുക. ഈ ദൈവാധീനം ഇതേപോലെ തന്നെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതിനും അപ്പോൾ അതിനാൽ തന്നെ തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നേട്ടവും ഐശ്വര്യവും ഈ ദൈവാധീനം തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകുന്നതാണ്.